നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 597th day. Today Prathama Skanda 3rd chapter 34th ശ്ലോകം. For details please see the descriptions box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 597-ാം ദിവസം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം. യദ്യേഷോ പരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേതി വിദുർ മഹിംനി സ്വേ മഹീയതേ. ഓം തത്സത്. യദ്യോഷോ പരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേതി വിദുർമഹിംനി സ്വേ മഹീയതേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യത് യേഷ ഉപരത ദേവി മായാ വൈശാരദി മതി സമ്പന്ന ഏവേതി വിദുർ മഹിംനി സ്വേ മഹീയതേ. പ്രകാരമാണ് പദം പിരിക്കേണ്ടത്. അർത്ഥം: വൈശാരദി, വിശാരദനായ, അതായത് സർവജ്ഞനായ ഈശ്വരനെ സംബന്ധിച്ച, ദേവി, ക്രീഡാത്മികയായിട്ടുള്ള, യേശാ മായ, ചേർത്ത് വായിക്കേണ്ടത് അങ്ങനെയാണ്, യേശാ മായ, യേശാ മായ, ഈ മായ അവിദ്യയായിട്ടുള്ള, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള, മതി, മതി എന്ന് പറഞ്ഞാൽ വിദ്യ, വിദ്യാസ്വരൂപിണിയായിട്ട്, ഉപരത, ഉപരമിച്ചു എങ്കിൽ, തഥാ അപ്പോൾ, സമ്പന്ന, സമ്പന്ന എന്ന് ബ്രഹ്മമായിട്ട് ഉത്ഭവിക്കുന്നു, ഇതി എന്ന് വിദു അറിയുന്നു, സ്വേ ഏവ മഹിംനി സ്വമായ, സ്വമായാ മഹിമാവിൽ തന്നെ മഹീയതേ ശോഭിക്കുന്നു. ഓം തത്സത്. അതായത് അവിദ്യയുടെ സ്ഥാനത്ത് വിദ്യ പ്രകാശിക്കുമ്പോൾ ആ ജീവോപാധിയായിട്ട് പരിണമിച്ചിട്ടായിട്ടുള്ള ആ മായാദേവിയുടെ ഭക്തിമഹിമയാൽ ആ മായാദേവി വിദ്യാരൂപേണ നമ്മുടെ ഉള്ളിൽ വിളങ്ങും. അപ്പോൾ നമ്മുടെ അവിദ്യ നശിച്ച് ആ അവിദ്യാ കാരണങ്ങളായിട്ടുള്ള ആവരണവും വിക്ഷേപവും എല്ലാം നശിച്ച് നമ്മിലുള്ള അവിദ്യ നശിച്ച് ജീവൻ ബ്രഹ്മസ്വരൂപമായിട്ട് സ്വന്തം മഹിമയിൽ പ്രകാശിക്കുന്നു. മായാദേവിയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഈ നശ്വരമായിട്ടുള്ള ലോകം അനശ്വരമായി തോന്നുന്നതും ഈ നശ്വരമായ ലോകത്തിൽ നമ്മൾ എല്ലാം സത്യമാണ് എന്ന് കരുതുന്നതുമൊക്കെ. എപ്പോൾ ആ മായാദേവിയുടെ തന്നെ ശക്തിയാൽ ആ മായാദേവി മായയാകുന്ന ആ മായാദേവിയാൽ തന്നെ നമ്മുടെ മായയാകുന്ന ആ അവിദ്യ നശിച്ച് വിദ്യ വിളങ്ങുന്നുവോ അപ്പോൾ നമ്മൾ ആ പരമാത്മ സത്യത്തെ അറിയുന്നു. ജീവൻ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആ ജീവനെ നമ്മൾ സ്വന്തം മഹിമയാൽ തന്നെ അറിഞ്ഞ് ആ ജീവൻ്റെ മുഖ്യത്വത്തെ, ആത്മാവ് പരമാത്മാവാണ് ആ ജീവനായിട്ട് നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നത്, ജീവനായിട്ട് നിലനിൽക്കുന്നത് പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് എന്ന് മനസ്സിലായിട്ട് ആ അവിദ്യയുടെ ആവരണവും വിക്ഷേപവും ഒക്കെ ഇല്ലാതായി നാം ആ പരമാത്മാവിൽ തന്നെ ലയിച്ച് ചേരുന്നു. ഇതിനൊക്കെ കാരണം ഭക്തി തന്നെയാണ് എന്നാണ്. ഭക്തി കൊണ്ട് മാത്രമാണ് മായാദേവിയെ പ്രസാദിപ്പിച്ച് ആ മായയിൽ നിന്നും നമുക്ക് അവിദ്യാരൂപിണിയായിട്ടുള്ള ആ മായയിൽ നിന്നും വിദ്യാരൂപിണിയായിട്ടുള്ള
മായയായിട്ട് വിളങ്ങാൻ സാധിക്കുക എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ആ മായയുടെ അംശം തന്നെയാണ് വിദ്യയും അവിദ്യയും. ആ ഭക്തി ഉണ്ടാകുമ്പോൾ അവിദ്യ ഇല്ലാതായി വിദ്യ ഉണ്ടാവുകയും വിദ്യയിലൂടെ നമുക്ക് ആ പരബ്രഹ്മത്തെ അറിയുവാനും പരബ്രഹ്മത്തിൽ ലയിക്കുവാനും സാധിക്കും എന്നാണ് ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. മഹത്തായിട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യദ്യോഷോ പരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദുർ മഹിംനി സ്വേ മഹീയതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.